ഹലോ എവ്രി വൺ. സോ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ലോങ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പോയോണ്ടിരിക്കണേ നമ്മളുടെ ഈ ഒരു കോമ്പൗണ്ടിൽ പുതിയ ക്ലബ് ഹൗസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ മെലിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. ആക്ച്വലി കാറിൽ പോകാനുള്ള ദൂരമൊന്നുമില്ല, ഇവിടുന്ന് ഒരു 1 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അങ്ങനത്തെ ഞങ്ങൾ പോയ സമയത്ത് മെലിൻ്റെ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് അവളവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് ചില്ല് ചെയ്യുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സിന്റെ കൂടെ. ഒരു പൂള് കണ്ടില്ലേ, അടിപൊളി പൂളാണ് കേട്ടോ. കാരണം ഇതെന്തെന്ന് വെച്ചാൽ വളരെ നീറ്റും ഹൈജീനും ആണ്. പെയ്ഡാണ്. അഡൽറ്റിന് വന്നിട്ട് 50, കിഡ്സിന് വന്നിട്ട് 30. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മളെ കോമ്പൗണ്ടിലുണ്ട് പാപ്പ ജോൺസിൽ കയറിയിട്ട് പിസ്സൊക്കെ കഴിച്ചു. മെലിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. പിസ്സൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി ഞാൻ ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ 1 ദോഹ മോളിൽ പോയി. നമ്മളെ കൂടെ നിസത്താന്റെ മോന് നമ്മളുടെ ഫാമിലി ഫ്രണ്ടാണ്, അവരും ഉണ്ടായിരുന്നു. വീക്കെൻഡ് ആയതിനെ കൊണ്ട് അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 1 ദോഹ മോളിലെത്തി. ഞാൻ നേരെ പോയത് എൽസിയിൽ തന്നെയായിരുന്നു. എൽസി വാക്കിന്നായിരുന്നു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു ടീഷർട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ട്രൈ ഒക്കെ ചെയ്ത് നോക്കി, പക്ഷെ എടുത്തില്ല. അതിൻ്റെ കൂടെയുള്ള ആ ഒരു സ്കേർട്ടും പിന്നെ വേറൊരു കഫ്താൻ ടൈപ്പ് ഒരു ടോപ്പുമാണ് ഞാൻ എടുത്തത്. പിന്നെ അവിടെ കുറച്ചു നേരം തിരിഞ്ഞ് കളിച്ച് നമ്മളിറങ്ങി. നാളെ ഫ്രൈഡേ ആണ്, അപ്പം നിർബന്ധമായിട്ട് ബിരിയാണി ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. അതിനുള്ള ചിക്കനും ഇല്ല, മല്ലിയിലും ഇല്ല. അപ്പം അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി അതിൻ്റെ അടുത്ത്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം നല്ല വിശന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളെ വെള്ളിയാഴ്ച ദിവസം കാണാം. വെള്ളിയാഴ്ച നമ്മളെല്ലാവരും ലേറ്റ് ആയിട്ടാണ് എണീക്കാറ്. അപ്പം രാവിലെ എണീച്ച ഉടനെ തന്നെ മെലിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് എന്തായാലും ബിരിയാണി ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മയാസുവിനെ വാക്കറിലിട്ട്, മയാസു ഭയങ്കര കള്ളത്തിയാണ്, അവളെ എടുത്തോണ്ട് തന്നെ നടക്കണം. അപ്പോൾ അതാണ് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനും ചേച്ചിയും കൂടെ ബിരിയാണി ഉണ്ടാക്കി. അതിൻ്റെ ഇടയ്ക്ക് മയാസുവിന് ഫുഡ് കൊടുത്തു. മയാസുവിൻ്റെ എന്ത് ഫുഡാണെന്നുണ്ടെങ്കിൽ അത് മെലിക്കും കഴിക്കും. അങ്ങനെ നമുക്കൊരു ഹൈ ചെയർ നാട്ടിൽ നിന്ന് ഇതിൻ്റെ എത്താത്ത ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഓപ്പൺ ചെയ്യുന്ന പരിപാടിയാണ്. കാരണം മയാസുവിന് ഇപ്പോൾ 7 months ആയല്ലോ. അപ്പോൾ നമ്മൾ ഷിപ്ക്ക് അത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഞാൻ കുളിച്ച് വന്നപ്പോഴേക്കും നമ്മളുടെ ഈ ഹൈ ചെയർ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് ബിരിയാണി ഇരുന്നടിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു വെള്ളിയാഴ്ച ഇങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.